റീ റിലീസ് ചിത്രങ്ങൾ കാണാൻ പറ്റിയ ദിവസമാണ് ചൊവ്വാഴ്ച. PVR ₹92 മാത്രമാണ് ഈ ദിവസം ചാർജ് ചെയ്യുന്നത്. സ്പൈഡർമാൻ ജസ്റ്റ് കണ്ടിറങ്ങി, ഇത് കണ്ടില്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര 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 നഷ്ടമായി പോയാണ്. ഇന്ന് ചൊവ്വാഴ്ചയാണ്, ചൊവ്വാഴ്ച 6:55 ഫോറമോളിലുള്ള ഷോ ആണ് ഞാൻ കണ്ടത്. ഇത് ഓഡി 5-ലായിരുന്നു. ഓഡി 5 ഗംഭീര ശബ്ദമായിരുന്നു. ആ സൗണ്ട് ഗംഭീരമായതുകൊണ്ട് തന്നെ, അതായത് ഒരുപാട് സംഭവങ്ങളുണ്ട് ഈ പടത്തിൽ. ഇത് 2002 ഇറങ്ങിയ പടത്തിന്റെ ഒരു സിവിക്കൽ പെട്ടെന്ന് തന്നെ വന്നു. ഇന്നത്തെ പോലെ ഒരു പടത്തിന്റെ സിവിക്കൽ ഇറങ്ങാൻ കൊല്ലങ്ങളോളം കാത്തിരിക്കേണ്ട സമയമൊന്നും ആ ടൈമിൽ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ സീക്വൽസ് വരുമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് പാർട്ടിനേക്കാളും സംബന്ധിച്ച് ഇത് സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. അത് മാത്രമല്ല ഫസ്റ്റ് പാർട്ടിനേക്കാളും ഗംഭീരം എന്ന് പറയാവുന്ന, അങ്ങനെ വളരെ ചുരുക്കം ആ ഒരു ഫ്രാഞ്ചൈസിക്ക് ഉണ്ടാവുള്ളൂ. ഒന്നാം ഭാഗത്തിനേക്കാളൊക്കെ നല്ലതാണ് രണ്ടാം ഭാഗം എന്ന് പറയാവുന്ന സിനിമകൾ. അപ്പം അതിനകത്തൊന്നാണ് സ്പൈഡർമാൻ. ഈ സ്പൈഡർമാൻ 2 ഈ ഓഡി 5 ആക്ച്വലി ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. ഗംഭീര എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടില്ലായിരുന്നെങ്കിൽ നഷ്ടമായി പോയാനെ എന്നുള്ള അങ്ങനെ ഒരു ഫീൽ വരണമെന്നുണ്ടെങ്കിൽ തന്നെ ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. പിന്നെ സ്പൈഡർമാൻ 2 ഞാൻ അധികം റീവാച്ച് ചെയ്തിട്ടില്ല. ഞാൻ സ്പൈഡർമാൻ 1 ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും 2 അങ്ങനെ അധികം കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ചില കാര്യങ്ങളൊക്കെ ഞാൻ നല്ല രീതിയിൽ മറന്നു തന്നെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പടം വീണ്ടും കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഒരു സൂപ്പർ ഹീറോ ആ ഒരു സീക്വൽ സംഭവങ്ങളുടെ ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡാണ്. കാരണം ഞാൻ പറഞ്ഞില്ല, ആദ്യത്തെ ഭാഗത്തിനേക്കാളും കിഡിലമായി ഗംഭീരമായിട്ടാണ് രണ്ടാം ഭാഗം വരുന്നത്. ഈ രണ്ടാം ഭാഗം, ഈ സിനിമ തുടങ്ങുന്നത് തന്നെ പീറ്റർ പാക്കറിന്റെ ആ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് തുടങ്ങിയ കാര്യങ്ങളാണ്. പടത്തിന്റെ തുടക്കത്തിൽ തന്നെ പിസ്സ ഓൺ ടൈമിൽ ഡെലിവറി ചെയ്യാൻ പറയുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അപ്പോൾ ആ സീക്വൻസിന്റെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനകത്ത് കറക്റ്റ് ആ ടൈമിന് തന്നെ ഡെലിവറി ചെയ്യണമെന്ന് പറയും. പിന്നെ കാണിക്കുന്ന പെട്ടെന്ന് ബിൽഡിങ്ങുകളുടെ മുകളിലാണ്. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ പീറ്റർ ചിലപ്പോൾ സ്പൈഡർമാനായിട്ട് ആ ഒരു വെബൊക്കെ ചെയ്തുകൊണ്ട് പെട്ടെന്ന് സ്പീഡിൽ ഡെലിവറി ചെയ്യാൻ പോകുമെന്ന് വിചാരിക്കും. പക്ഷേ പുള്ളി 2 വീലറിലായിരിക്കും. പിന്നെ ഒരു രക്ഷയില്ല എന്നുള്ളൊരു ഘട്ടം വരുമ്പോഴാണ് സ്പൈഡർമാന്റെ ആ ഒരു സൂപ്പർ പവർ ഉപയോഗിച്ച് പിസ്സ ഡെലിവറി ചെയ്യുന്നത്. പക്ഷെ അപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഒരു പീറ്റർ പാക്കറിന്റെ സ്ട്രഗിൾ ആണ്. അതായത് പല കാര്യങ്ങൾക്കായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന പീറ്ററാണ് കാണുന്നത്. അപ്പോൾ ആദ്യത്തെ ഭാഗത്തിനേക്കാളും നമുക്ക് കുറച്ചുകൂടി ഇമോഷണലി നല്ല രീതിയിൽ കണക്ട് ആവുന്ന ഒരു പാർട്ടാണ് സ്പൈഡർമാൻ 2. അതിനകത്ത് ഒരുപാട് സിവിക്കൻസ് ഉണ്ട്. പീറ്റർ എന്ന് പറയുന്നത് ഒരു ഫ്രണ്ട്ലി നൈബർഹുഡ് സ്പൈഡർമാൻ എന്നതിനേക്കാളും ഈ കാണുന്ന നമ്മളെ ലൈഫ് തന്നെയല്ലേ, അങ്ങനെ ഒരു മിഡിൽ ക്ലാസ് ആ ഒരു ലൈഫായിട്ട് കണക്ട് ചെയ്യുന്ന ഒരുപാട് സംഗതികൾ ഈ സിനിമയിൽ കടന്നു പോകുന്നുണ്ട്. പിന്നെ പീറ്ററിന്റെ കുറ്റബോധം, ലോൺലിനെസ്. ഈ പടത്തിൽ പീറ്ററിന്റെ ലോൺലിനെസ് ആണ് കൂടുതലായിട്ട്. കാരണം ഒരു ഘട്ടത്തിൽ പീറ്ററിന് ആ ഒരു കാമുകിയുമില്ല, കൂട്ടുകാരനും ഇല്ല എന്ന് പറയുന്ന ഒരു ഘട്ടമൊക്കെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് ഇമോഷണലി ഭയങ്കരമായിട്ട് നമ്മളെ കണക്ട് ആവുന്ന ഒരു പടം കൂടിയാണിത്. പിന്നെ ഡോക്ടർ ഒക്ടോപ്പസ്. ഇതിനകത്ത് ഒക്ടോബസിന്റെ പേരിടുന്ന സമയത്താണ് ആ ഡെയിലി ബ്യൂഗിളിൽ ഇതിനകത്ത് ഡോക്ടർ സ്ട്രേഞ്ച് എന്ന് പറയുന്നുണ്ട്. ഇറ്റ്സ് ഓൾറെഡി ടേക്കൺ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അന്ന് ഈ പടം ഇറങ്ങിയ സമയത്ത് ഡോക്ടർ സ്ട്രേഞ്ച് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ MCU വരുന്നു, അങ്ങനെയുള്ളതൊന്നും അറിയില്ല. ബട്ട് സ്റ്റിൽ കോമിക്സിൽ ഡോക്ടർ സ്ട്രേഞ്ച് നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഡോക്ടർ സ്ട്രേഞ്ച് എന്നുള്ളൊരു പേര് ഇതിൽ പറയുന്നുണ്ടെന്ന് കേട്ടപ്പോൾ അതൊരു സംതിങ് ന്യൂ. അതായത് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. പണ്ട് പടം കണ്ടപ്പോൾ സമയത്തൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അതാണ് കാര്യം. പിന്നെ ഡോക്ടർ ഒക്ടോബസിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഡോക് ഓക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഒരു ലയേർഡ് വില്ലനാണ് പുള്ളി. ഒരു ഹ്യൂമാനിറ്റിക്ക് വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്യാൻ നോക്കി, എന്നാൽ അത് ഫെയിലിയർ ആയി. പുള്ളിയുടെ നഷ്ടമുണ്ട്. അതായത് പുള്ളിക്ക് പീറ്ററിന് എങ്ങനെയാണോ MJ, അതുപോലെ തന്നെയാണ് പുള്ളിക്ക് വൈഫ്. അപ്പോൾ വൈഫിന്റെ ആ ഒരു വിയോഗവും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു ഭയങ്കര സിമ്പത്തറ്റിക് ക്യാരക്ടറാണ് പുള്ളിക്കാരൻ. അതിന്റെ പടത്തിൽ അവസാനിക്കുന്നത് ഞാനൊരു മോൺസ്റ്റർ ആയിട്ട് മരിക്കില്ല എന്നൊക്കെ പറയുന്ന. അപ്പോൾ അങ്ങനെ ഒരു ലയേർഡ് ആയിട്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഫസ്റ്റ് പാർട്ടിലെ പോലെ തന്നെ ഒരു ഗംഭീരമായിട്ടുള്ള വില്ലൻ ഇതിന്റെ സെക്കൻഡ് പാർട്ടിലും ഉണ്ട്. ആം ഐ സ്പൈഡർമാൻ ഓർ ജസ്റ്റ് പീറ്റർ? അതായത് ഈ ഐഡന്റിറ്റി വേഴ്സസ് റെസ്പോൺസിബിലിറ്റി, ഈ ഒരു സംഭവം, ഈ ഒരു കോൺഫ്ലിക്റ്റ് പടത്തിൽ വരുന്നതാണ് എനിക്ക് ഈ സിനിമയുടെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള തോന്നിയത്. കാരണം ഒരു ഘട്ടത്തിൽ ഈ പീറ്ററിന്റെ ആ ഒരു കഴിവ് തന്നെ, സ്പൈഡർമാന്റെ ആ ഒരു സൂപ്പർ പവേഴ്സ് തന്നെ നഷ്ടപ്പെടുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ഈ ഒരു ഐഡന്റിറ്റി വേഴ്സസ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു കോൺഫ്ലിക്റ്റ് മനസ്സിൽ കിടക്കുമ്പോഴാണ് അതിന് ആ ഒരു സംഭവത്തിന് ഒരു കറക്റ്റായിട്ട്, അതായത് എന്താണ് തൻ്റെ ലൈഫിൽ ആവശ്യം എന്നുള്ളതിന് ഒരു വലിയ ചോദ്യമാണ്. നമ്മളൊരു മനുഷ്യനായിട്ട് ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്താണ് നമുക്ക് ആവശ്യം എന്നുള്ളത് ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമുക്ക് നേരിടേണ്ടി വരും. അതിനൊരു പ്രോപ്പർ ആൻസർ കിട്ടിയവരാണ് ലൈഫിൽ ജയിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്തിട്ടുള്ളൂ. ആ ഒരു ഘട്ടം വരുമ്പോഴാണ് ഇതിനകത്ത് ആ ഒരു ഗ്ലാസ് താഴേക്ക് ഇടുന്ന ഒരു സംഭവമുണ്ട്, ഒരു സീക്വൻസ് ഉണ്ട്. ഞാനിത് കണ്ടപ്പോൾ ഓൾമോസ്റ്റ് ഒരു 80% സീറ്റ്സ് ഫില്ലായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ മൊത്തം ക്ലാപ്പും കാര്യങ്ങളൊക്കെയാണ്. അതായത് ബാക്ക് ടു ആക്ഷൻ, അതായത് സ്പൈഡർമാൻ ആ ഒരു കഴിവ് കിട്ടുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതൊക്കെ ഒരു നല്ല ഗംഭീരമായിട്ട് തന്നെയാണ് ഈ സിനിമയിൽ എടുത്തു വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു സൂപ്പർ ഹീറോ സീക്വൽസിന്റെ ഗോൾഡ് സ്റ്റാൻഡേർഡ് ആണ്. അതിൽ കുറഞ്ഞതൊന്നും പറയാനില്ല.
പിന്നെ സാം റൈമിയുടെ ആ ഒരു ഡൈനാമിക് സൂം, പുള്ളിയുടെ ആ സൂം കരുന്ന ആ ഒരു ട്രാൻസിഷൻ സംഭവങ്ങളൊക്കെ ചില സമയത്ത് നല്ല ഹൊറർ വൈബും തരാറുണ്ട്. അതായത് ഈ ഡോക്ക് ഓക്കില്ലേ, അതിന്റെ ആ ഒരു സീക്വൻസ് വരുന്നുണ്ട്. പിന്നെ എസ്പെഷ്യലി പറയേണ്ടത് ലാസ്റ്റ് ജെയിംസ് ഫ്രാങ്കോയുടെ ക്യാരക്ടർ എൻഡിങ് സീനിൽ അതിനകത്ത് വീണ്ടും ആ ഗ്രീൻ ഗോബ്ലിന്റെ മാസ്കും കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ അത് പക്ക സിഗ്നേച്ചർ സാം റൈമി സ്റ്റൈലാണ്. ആ ഒരു ഹൊറർ ടച്ച് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് പാർട്ടിനേക്കാളും പുള്ളി ഗംഭീരമായിട്ടാണ് സെക്കൻഡ് പാർട്ടിൽ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അത് ആ ഒരു 2 പടങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെക്നിക്കലി ഭയങ്കര, അതായത് നമുക്ക് ഇത് 2 വർഷത്തെ ഗ്യാപ്പാണ് ഈ പടങ്ങൾ തമ്മിലുള്ളെങ്കിലും നമുക്ക് ടെക്നിക്കലി ഇത് ഒരുപാട് വർഷത്തെ ഗ്യാപ്പുള്ള ആ ഒരു രീതിയിലുള്ളൊരു അത് ഫീൽ ചെയ്യും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് ഞാനും ചിലപ്പോൾ അണ്ടടിച്ചു പോയി. അതായത് 2002 പടം അങ്ങനെ 2004 ആയപ്പോഴേക്കും ഇങ്ങനെ ഒരു കുറച്ചുകൂടി അടിപൊളിയായിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ഫീലായിരുന്നു. പിന്നെ സൂപ്പർ ഹീറോ ഫിലിംസിൽ തന്നെ ഏറ്റവും കിഡിലൻ ആക്ഷൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ദ ട്രെയിൻ ഫൈറ്റ്. ആ ട്രെയിൻ ഫൈറ്റ് അത് എത്ര തവണ കണ്ടാലും മതിയാവാത്ത ഒന്നാണ്. പിന്നെ ആ ട്രെയിൻ ഫൈറ്റ് ശരിക്കും പറഞ്ഞാൽ ആ ട്രെയിൻ ഫൈറ്റ് കാണാൻ വേണ്ടി മാത്രമായിട്ട് ഈ സിനിമ കണ്ടാലും ഒരു നഷ്ടവുമില്ല. ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു തിയേറ്ററിൽ ആ ട്രെയിൻ ഫൈറ്റ് കണ്ടത്. സ്പൈഡർമാൻ 2 ഞാൻ തിയേറ്ററിൽ കണ്ടതാണ്. പക്ഷെ എന്നാൽ പോലും എനിക്ക് ആ ട്രെയിൻ ഫൈറ്റ് ഞാൻ അങ്ങനെ ഒരു കോരിത്തിരിച്ച് കണ്ട രീതിയിലൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഇത്തവണ കണ്ടപ്പോൾ ആ ട്രെയിൻ ഫൈറ്റ് ജസ്റ്റ് ഒരു ആക്ഷൻ എന്നുള്ള രീതിയിലല്ല പോകുന്നത്, അത് ആക്ഷൻ പ്ലസ് ഇമോഷൻ എന്നുള്ള രീതിയിലാണ്. കാരണം ഇതിനകത്ത് സ്പൈഡർമാൻ ജനങ്ങളെ രക്ഷിക്കുന്നു, ജനങ്ങൾ സ്പൈഡർമാനെ തിരിച്ച് രക്ഷിക്കുന്നു. അതിനുശേഷം മാസ്ക് നഷ്ടപ്പെട്ട് സ്പൈഡർമാൻ അവരെ നോക്കുമ്പോൾ ആ 2 കുട്ടികളുടെ ഡയലോഗ്, ആ നിൽക്കുന്ന നാട്ടുകാരുടെ നോട്ടം, ആ ഒരു സംഭവത്തിലുണ്ടല്ലോ ആ ഇമോഷൻ കറക്റ്റായിട്ട് വർക്കാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും പറയാണ്, ഇതൊരു ഗോൾഡ് സ്റ്റാൻഡേർഡ് ഓഫ് ഓൾ സൂപ്പർ ഹീറോ സീക്വൽസ്. ഇനി ഇതുപോലുള്ളൊരു 2ാം ഭാഗം എന്ന് പറയുന്നത് അങ്ങനെ എല്ലാ സൂപ്പർ ഹീറോ ഫിലിംസിനൊന്നും ഇല്ല. ഇപ്പൊ നമ്മളിപ്പോൾ അയൺമാൻ എടുക്കുകയാണെങ്കിലും തോർ വേണ്ട, ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോയി. അതുകൊണ്ട് തന്നെ ഇതൊരു സംതിങ് സ്പെഷ്യലാണ് ഇപ്പോഴും. പിന്നെ എം ജെയുടെ ഇമോഷണൽ ആർക്ക് ഇതിനകത്ത് ആദ്യം ഇഷ്ടമാണെന്ന് പറയുന്നു, അത് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ പോകുന്ന ആ ഒരു ഇമോഷണൽ ആർക്ക് ജനിച്ചതൊരു ചീസി ആ സംഭവത്തിനൊന്നും അല്ല. അതായത് പീറ്ററിന്റെ പീറ്ററിന്റെ ആ ഒരു മെന്റൽ സ്റ്റേറ്റ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പീറ്ററിന്റെ ആ ഒരു പവർ വരിക. അതൊക്കെ ആ പവർ നഷ്ടപ്പെടുന്നതൊക്കെ ആ മെന്റൽ സ്റ്റേറ്റ് അത്രയും വീക്ക് ആവുമ്പോഴാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ എം ജെയുടെ ആ ഒരു റിലേഷൻഷിപ്പിന്റെ ആർക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ നോക്കിയാലും ഫസ്റ്റ് പാർട്ടിനേക്കാളും ഒരു ക്ലവർ സ്റ്റോറി ടെല്ലിംഗ് ആണ് സെക്കൻഡ് പാർട്ടിൽ വരുന്നത്. പിന്നെ ഞാൻ ശ്രദ്ധിച്ച കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സിനിമയിൽ ഒരു സീൻ പോലും എടുത്ത് കളയാനില്ല. അതായത് ഒരു സീൻ പോലും ഇതിൽ എടുത്ത് കളയാനില്ല. എല്ലാം ഏതെങ്കിലുമൊക്കെ രീതിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീനാണ്. ആ സീനിൽ ഒന്നുണ്ടെങ്കിൽ പക്ക സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷനാണ് കൺവേ ചെയ്യുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ക്യാരക്ടറിന്റെ ആ ഒരു ഡെപ്ത് തുടങ്ങിയ കാര്യങ്ങൾ ഇതിനകത്ത് പിന്നെ വളരെ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടുള്ള കഥയാണ്. അതായത് വലിയ ഈ മൾട്ടിവേഴ്സ് തുടങ്ങിയ കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. സ്ട്രൈറ്റ് ആയിട്ട് പറയുന്നു, ഒരു ഹീറോ, ഒരു വില്ലൻ, നായിക, ആ ഒരു കോൺഫ്ലിക്റ്റ്, അതിനകത്ത് ഇമോഷൻ നല്ല രീതിയിൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അതിനകത്തുള്ള ആ ഒരു സ്ട്രഗിള്, ഫിനാൻഷ്യൽ സ്ട്രഗിൾ ആണെന്നുണ്ടെങ്കിലും റിലേഷൻഷിപ്പിലുള്ള സ്ട്രഗിൾ ആണെന്നുണ്ടെങ്കിലും അതെല്ലാം റിയൽ ആണ്. നമുക്കൊരു സിനിമാറ്റിക് ഫീൽ ഇല്ല. ഓഫ് കോഴ്സ് സ്പൈഡർമാൻ എന്ന് പറയുന്നത് വളരെ സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു സൂപ്പർ ഹീറോ സംഭവങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ ഈ സ്പൈഡർമാൻ എന്ന് പറയുന്ന സൂപ്പർ ഹീറോ അനുഭവിക്കുന്ന ആ ഒരു സ്ട്രഗിൾസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഏതൊരു കോമൺ മാനും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഈ ഒരു കണക്ട് ഉണ്ടല്ലോ, ഇതാണ് ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക സൂപ്പർ ഹീറോ മൂവീസിനും ഇല്ലാത്തത്. അതുകൊണ്ടാണ് നമുക്ക് ഒരു സൂപ്പർ ഹീറോസിനോടും യാതൊരുവിധ കണക്റ്റും തോന്നാത്തതും. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ചില ഫീമെയിൽ സൂപ്പർ ഹീറോസ് ആയിരിക്കും കൂടുതൽ അങ്ങനെ വരുന്നത്. അവരോടൊന്നും നമുക്ക് യാതൊരുവിധ കണക്ഷൻ തോന്നാത്തതും ഇതുപോലുള്ള സിനിമകളൊക്കെ ഇങ്ങനെ ഫ്ലോപ്പായി പോകുന്നതൊക്കെ ഇതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലുള്ള ആ ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് ഓഫ് ഫിലിം മേക്കിംഗ്, അങ്ങനത്തെ സിനിമകളാണ് നമ്മൾ മിസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതൊക്കെ റിലീസ് കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ നാളെ ബുധനാഴ്ച സ്പൈഡർമാൻ 3 ഉണ്ട്. ആ ഒരു ഫ്രാഞ്ചൈസിലെ ഏറ്റവും വീക്ക് ആയിട്ടുള്ള പടമാണ്. സ്റ്റുഡിയോയുടെ ഇന്റർഫിയറൻസ് കൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ പടമാണെങ്കിലും സ്റ്റിൽ സ്പൈഡർമാൻ 3 എന്ന് പറയുന്നതും ഒരു എനിക്കിഷ്ടമുള്ള സിനിമയാണ്. അതുകൊണ്ട് അതും കൂടി കാണും. അതിൻ്റെ അഭിപ്രായമായിട്ട് നമുക്ക് നാളെ കാണാം.